ബഹുജൻ സമാജ് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അംബേദ്കർ ജന്മദിനാഘോഷവും ഭരണഘടനാ സദസ്സും രമേശ് നെന്മണ്ട ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന്റെ രണ്ടാം ഭാഗം. വിമോചനത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ ത്യജിച്ചുകൊണ്ടും ഞാൻ എന്റെ പോരാട്ടങ്ങൾ നടത്തും. ഞങ്ങൾ രണ്ടുപേരാണ് ഈ ബ്രിട്ടനിലേക്ക് ലണ്ടനിലേക്ക് വട്ടമേ സമ്മേളനത്തിന് വേണ്ടി പോകുന്നത്. 1930 ഒന്നാം വട്ടമേ സമ്മേളനത്തിൽ പോകുമ്പോൾ അംബേദ്കർ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത്. ഒന്ന് ഡോക്ടർ അംബേദ്കറും ഒന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പറയ പ്രസ്ഥാനത്തിന്റെ അധസ്ഥിത ജനകോടികളുടെ ഉജ്ജ്വലനായ നേതാവ് രട്ടാമലൈ ശ്രീനിവാസനും. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത് എങ്കിൽ പോലും ബ്രിട്ടനിൽ ചെന്നിട്ട് ജോർജ് അഞ്ചാമൻ ചക്രവർത്തിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡും പങ്കെടുക്കുന്ന ആ വട്ടമേ സമ്മേളനത്തിൽ ചെന്നിട്ട് ബ്രിട്ടീഷുകാരന്റെ കോട്ട കൊത്തളങ്ങൾക്ക് മുകളിൽ ചാടിക്കയറി തിരയടിക്കുന്നവിടെ എന്റെ മൃതശരീരം ഒഴുകി നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്ന ഉഗ്ര പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് അംബേദ്കർ ഈ വോട്ടവകാശത്തിന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വട്ടമേ സമ്മേളനങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ എത്തി അത് വാദിച്ചു. ഒന്നാം വട്ടമേ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുത്തില്ല. രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കുന്നു. ഒന്നാം വട്ടമേ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കാതിരുന്നത് അവിടെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കുന്നത് ഞാൻ പോയിട്ടില്ലെങ്കിൽ അയിത്തജാതിക്കാർക്ക് അംബേദ്കർ ആവശ്യപ്പെട്ടതുപോലെ 2 വോട്ടവകാശം ചിലപ്പോൾ ലഭിച്ചേക്കും, അതുകൊണ്ട് അവിടെ ചെന്നത് കൊടുക്കാൻ പാടില്ല എന്ന് പറയണമെന്ന് നിശ്ചയിച്ചിട്ടാണ്. അവിടെ ചെന്നിട്ട് ഗാന്ധി പറയുന്നു, അംബേദ്കർ ആവശ്യപ്പെട്ടതുപോലെ 2 വോട്ടവകാശങ്ങൾ കൊടുക്കാൻ ഞാൻ എന്റെ മരണം വരെ എതിർക്കുമെന്ന് ഗാന്ധി പ്രഖ്യാപിക്കും. ഗാന്ധിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, ലോക നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അംബേദ്കർ എഴുന്നേറ്റ് എന്ന് പറയുന്നു. അംബേദ്കർ പറയുന്നത്, ഇന്ത്യക്ക് ഭരണഘടനയുണ്ടാകുമ്പോൾ ഇന്ത്യയിലെ 1/5 വരുന്ന അയിത്തജാതിക്കാർക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ പ്രത്യേക നിയോജക മണ്ഡലങ്ങളും 2 വോട്ടവകാശങ്ങളും തരുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് അംബേദ്കർ അടിവരയിടുന്നത്. അവിടെ വെച്ച് ക്ലാഷ് രൂപപ്പെടുന്നു, ഒത്തുതീർപ്പിലെത്താതെ പോകുന്നു. അവിടെ നിന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പോളിസി മുന്നോട്ട് വെക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ തമ്മിലടിക്കുന്നു, നിങ്ങൾക്ക് ഒത്തുതീർപ്പിലെത്തുവാൻ കഴിയുന്നില്ല, ഒരു രമ്യതയിലെത്തുവാൻ തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്ക് വിടുക, ഞങ്ങൾ ഒരു തീരുമാനം പറയുന്നു. അത്തരമൊരു ഉടമ്പടിയിൽ ഗാന്ധി ഒപ്പുവെക്കുന്നു. അംബേദ്കറോട് ഒപ്പുവെക്കാൻ പറഞ്ഞപ്പോ അംബേദ്കർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, എന്റെ ജനതയുടെ പ്രശ്നം നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് അംബേദ്കർ പറയുന്നു. ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗാന്ധി അംബേദ്കർ അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നു. അംബേദ്കർ ഒപ്പുവെച്ചില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷുകാർ 1932 സെപ്റ്റംബർ മാസം 20 ഓഗസ്റ്റ് മാസം 17-ാം തീയതി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് സാമുദായിക സമ്മാനം, 2 വോട്ടവകാശവും പ്രത്യേക നിയോജക മണ്ഡലങ്ങളും. ബ്രിട്ടീഷുകാരുടെ ഈ തീരുമാനത്തിനെതിരായിക്കൊണ്ടാണ് ഗാന്ധി നിരാഹാരം കിടക്കുന്നത്. നിരാഹാരം കിടന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ക്ലോസ് ചെയ്യണം, ഇത് പിൻവലിക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റ് പിൻവലിക്കുന്നില്ല എങ്കിൽ ഞാൻ മരണം വരെ നിരാഹാരം കിടക്കും. അങ്ങനെയാണ് 32 സെപ്റ്റംബർ മാസം 20-ാം തീയതി മുതൽ ഗാന്ധി നിരാഹാരം കിടക്കുന്നു. 21, 22, 23 ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അംബേദ്കറിൽ സമ്മർദ്ദമേറുന്നു. ഗാന്ധി എങ്ങാനും മരിച്ചുപോയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഏറ്റവും അവസാനം ഹിന്ദു മഹാസഭയടക്കം ഇന്ത്യയിലെ മനുവാദി ശക്തികൾ വലിയ പ്രക്ഷോഭങ്ങളും സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും അംബേദ്കർക്കെതിരായി നടക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ മനുവാദി ശക്തികൾ, ഹിന്ദുത്വ ശക്തികൾ പ്രഖ്യാപിക്കുന്നു, ഗാന്ധി എങ്ങാനും മരിച്ചുപോയാൽ, ഇവിടെ നിരാഹാരം കിടന്നിട്ട് ഗാന്ധി മരിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ ഇങ്ങോളമുള്ള അയിത്തജാതിക്കാരുടെ കുടിലുകൾ ഞങ്ങൾ ഒന്നൊന്നായി ചുട്ട് ചാമ്പലാക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഗാന്ധിയുടെ മകൻ ദേവദാസ് ഗാന്ധി അംബേദ്കറുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കണം. ഗാന്ധിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി അംബേദ്കറുടെ കാൽക്കൽ വീണിട്ട് പറയുന്നു, എന്റെ ഭർത്താവിന്റെ ജീവൻ തരണം. ഏറ്റവും അവസാനം സമ്മർദ്ദത്തിലായ അംബേദ്കർ ബോംബെയിൽ നിന്നും പൂനെയിലേക്ക് വണ്ടി കയറുന്നു.
പൂനെ എറണാകുളം ലംഘനത്തിൽ അവിടെ കിടക്കുന്ന ഗാന്ധിയെ ചെന്ന് കാണുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തു, ഒത്തുതീർപ്പാവുന്നു. കമ്മ്യൂണൽ അവാർഡ് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും 2 വോട്ടവകാശവും പിൻവലിക്കുന്നു. 1 വോട്ടവകാശം മാത്രമായി ചുരുങ്ങുന്നു. 2ാമത്തെ വോട്ടവകാശം ഇല്ല. അംബേദ്കർ നേടിയെടുത്ത രാഷ്ട്രീയ അവകാശങ്ങൾ അംബേദ്കർക്ക് ഗാന്ധിയുടെ ജീവന് വേണ്ടി ത്യജിക്കേണ്ടി വരുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എടുത്തു മാറ്റിയെങ്കിൽ പോലും ഇന്ത്യയിലെ ഐക്യജാതിക്കാർക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുവാൻ, രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുവാനുള്ള അവസരവും വോട്ടവകാശവും ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആ വോട്ടവകാശം അംബേദ്കർ നേടിത്തന്ന് അംബേദ്കർ പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു ആയുധം സമ്മാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ മനുവാദികളോട് മാത്രമല്ല, ബ്രിട്ടനിലെ ഈ ബ്രിട്ടീഷ് നേതാക്കന്മാരോടുകൂടി, ലണ്ടനിലെ നേതാക്കന്മാരോടുകൂടി, ബ്രിട്ടീഷുകാരോടുകൂടി പോരാട്ടം നടത്തിയിട്ടാണ് ഞാൻ ഈ വോട്ടവകാശം നേടിയെടുത്തത്. ഈ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളായി മാറണമെന്ന് ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യയിലെ അധസ്ഥിത ജനകോടികളോട് പറഞ്ഞു. പക്ഷേ അനന്തരഫലം എന്താണ്? ആരുടെ കൈയിൽ നിന്നാണോ ബാബാ സാഹേബ് അംബേദ്കർ ഈ വോട്ടവകാശം നേടിയെടുത്ത് നമുക്ക് തന്നത്, ആ ആളുകളുടെ, ആ മനുവാദികളുടെ അവന്റെ പെട്ടിയിൽ തന്നെ നമ്മളെക്കാലവും വോട്ട് കൊണ്ട് നിക്ഷേപിച്ചു കൊടുത്തിട്ട് അവനെ തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവനെ തന്നെ ഭരണാധികാരികളാക്കി മാറ്റുന്ന ചട്ടുകവൽക്കരണ പ്രക്രിയക്കാണ് പിന്നീട് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ബാബാ സാഹേബ് അംബേദ്കറുടെ കയ്യൊപ്പ് കൊണ്ട് പരിപാവനമായ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയുടെ ഭരണഘടന ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല. ഇന്നത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സിലായിരിക്കുന്നു. വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിരിക്കുന്നു. ഒരുപക്ഷേ ഇന്ന് പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളടക്കം ഡൽഹിയുടെ തെരുവോരങ്ങളിൽ, പ്രക്ഷുബ്ധമായ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ല വിളിക്കുന്നത്, ജയ് ഭീം എന്ന് വിളിച്ചവർ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിമോചനത്തിന്റെ മുദ്രാവാക്യം, ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മുദ്രാവാക്യം, മതേതരത്വത്തിന്റെ മുദ്രാവാക്യം, പൗരാവകാശത്തിന്റെ മുദ്രാവാക്യം, മാനവികതയുടെ മുദ്രാവാക്യം ജയ് ഭീമാണ് എന്ന് ഈ 2024-25 തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പൗരത്വ ഭേദഗതി നിയമമടക്കം ഉള്ള വിഷയങ്ങളിന്റെ രാജ്യത്തെ മുസ്ലിം സമുദായം, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ ഇന്ന് അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഇന്ന് ഇന്ത്യയിൽ അംബേദ്കർ എന്ന് പറയുന്ന ഒരു സംഗതിയല്ലാതെ, അംബേദ്കർ ചിന്തകളില്ലാതെ മറ്റൊന്നുമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് ബഹുജൻ സമാജ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മാന്യവർ കാഞ്ചിറാം പറഞ്ഞു, ബഹുജൻ സമാജ് പാർട്ടി ഈസ് ദ പാർട്ടി ഓഫ് ദ ബഹുജൻ സമാജ്. ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്നത് ബഹുജൻ സമാജിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത് പട്ടികജാതിക്കാരുടെ മാത്രം പാർട്ടിയല്ല. ഇത് പട്ടികജാതിക്കാരുടെ മാത്രം പാർട്ടിയല്ല. ദൈത്യജാതിക്കാരുടെ മാത്രം പാർട്ടിയല്ല. ഈ രാജ്യത്തെ മനുവാദികൾ ചെയ്യുന്നത്, ബ്രാഹ്മണർ ചെയ്യുന്നത് എന്താണ് എന്ന് കാഞ്ചിറാം പറയും. കാഞ്ചിറാംജി പറയുന്നത്, ബ്രാഹ്മണൻ എപ്പോഴെങ്കിലും ഒരു ബ്രാഹ്മണ ജാതി പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നമ്മളോട് ചോദിച്ചത്. ബ്രാഹ്മണൻ ഒരിക്കലും ഒരു ബ്രാഹ്മണ ജാതി പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. ബ്രാഹ്മണൻ ഉണ്ടാക്കിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമാണ്. അവിടെ ഒന്നും ജാതിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജാതിയുണ്ടോ? ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ബ്രാഹ്മണനില്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ ബ്രാഹ്മണനുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ബ്രാഹ്മണനുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ബ്രാഹ്മണനുണ്ടോ? ഇല്ല. ഇതെല്ലാം ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടികളാണ്. അവൻ ഒരിക്കലും ജാതി പറഞ്ഞു. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പാർട്ടി ദലിത് പാർട്ടിയാണ്, മുസ്ലിം പാർട്ടിയാണ്, പട്ടികജാതി പാർട്ടിയാണ്, ക്രൈസ്തവ പാർട്ടിയാണ്, പിന്നോക്കക്കാരുടെ പാർട്ടിയാണ്. ഇങ്ങനെ
അല്പാൽപ്പം ഓരോ പ്രത്യേകം ഗ്രൂപ്പുകൾ, ചെറിയ ചെറിയ സംഘടനകളും പാർട്ടികളും ഉണ്ടാക്കിയാൽ നാം വിഭജിച്ചും ദുർബലരായിരിക്കും. ആ ദൗർബല്യമാണ് ബ്രാഹ്മണർ ഇന്ത്യ ഭരിക്കാൻ കാരണം. ബ്രാഹ്മണ ജാതി പാർട്ടി ഉണ്ടാക്കാതെ ഇതെല്ലാവരുടെയും പാർട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാലല്ലേ കച്ചവടം നടക്കൂ. നിങ്ങൾ ഇവിടെ ഒരു പലചരക്ക് കച്ചവടം തുടങ്ങുന്നു. അവിടെ ബ്രാഹ്മണന്റെ കടയാണ് എന്ന് പറഞ്ഞാൽ അവനറിയാം 3.5% വരുന്ന 8-10 ബ്രാഹ്മണൻ മാത്രമേ അവിടെ സാധനം വാങ്ങാൻ വരൂ. പക്ഷെ അവൻ ബോർഡ് വെക്കുന്നത് മതേതര കടയാണ്, ജനാധിപത്യ കടയാണ്, കമ്മ്യൂണിസ്റ്റ് കടയാണ്, സോഷ്യലിസ്റ്റ് കടയാണ്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ കടയാണ്. അതുകൊണ്ട് ജാതിയും മതവും വർണ്ണവും വർഗവും ഇല്ലാത്ത കട, നമ്മൾ അവിടെ പോയി സാധനം വാങ്ങും. ലാഭം ആരുടെ കയ്യിൽ പോകുന്നു? ലാഭം അവന്റെ കയ്യിൽ പോകും. നമ്മളൊരു കട തുടങ്ങിട്ടോ, പട്ടികജാതി കട, പിന്നോക്ക കട, ന്യൂനപക്ഷ കട, മുസ്ലിം കട. അവിടേക്ക് ആരെ പോകുള്ളൂ? ആ ജാതിയിൽപ്പെട്ടവനെ പോകുള്ളൂ. ഒരു പരിധിക്കപ്പുറത്ത് അവന്റെ കച്ചവടം വിജയിക്കില്ല. അങ്ങനെ കച്ചവടം വിജയിക്കാത്തവരാണ് ഇന്ത്യയിലെ ബഹുജൻ സമാജ്. ആ ബഹുജൻ സമാജിനോട് ഒലയ സഭക്കാരൻ, പറയ സഭക്കാരൻ, കുറവ സഭക്കാരൻ, ഈ ഈഴവ സഭക്കാരൻ, അതുപോലുള്ള സഭക്കാരോടും ജാതി പ്രസ്ഥാനങ്ങളോടും പട്ടികജാതി സംഘടനകളോടും ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളോടും ഈ ബഹുജൻ സമാജ് പാർട്ടി 1984 ഏപ്രിൽ മാസം 14-ാം തീയതി ഇന്നേ ദിവസം ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനത്തിൽ ഡൽഹിയിൽ വെച്ച് ആരംഭിച്ച മാന്യവർ കാഞ്ചിറാം പറയുന്നു, നമ്മളുടെ ദൗർബല്യം മാത്രമാണ് അവൻ ഇന്ത്യ ഭരിക്കാൻ കാരണം, അല്ലാതെ അവന്റെ കഴിവ് കൊണ്ടല്ല. അവൻ ഇന്ത്യ ഭരിക്കുന്നത് അവന്റെ കഴിവ് കൊണ്ടല്ല, നമ്മളുടെ കഴിവുകേട് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ കഴിവുകേട് മാറ്റാൻ നാം തയ്യാറാവണം. കഴിവുകേട് എങ്ങനെയാ മാറ്റുക? നമ്മളെല്ലാം ഈ ആളുകളെ ഒരുമിച്ച് വിളക്കി ചേർക്കുന്നു. ഈഴവനെയും പൊലയനെയും ചേർക്കുന്നു, ഈഴവനെയും പൊലയനെയും പറയനെയും ചേർക്കുന്നു, അവനെയും മുസ്ലിമിനെയും ചേർക്കുന്നു. ഇങ്ങനെ എല്ലാ സമുദായങ്ങളെയും ഒന്നിനൊന്ന് വിളക്കി ചേർത്താൽ അവരാണ് ഇന്ത്യയിലെ മെജോറിറ്റി. അതുകൊണ്ടാണ് കാഞ്ചിറാം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷത്തിന്റെ പാർട്ടി എന്ന് പേരിട്ടത്. ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പാർട്ടി എന്നാണ്. ഭൂരിപക്ഷം ജനങ്ങൾ ആരാ? SC, ST, OBC, മൈനോറിറ്റി. ഈ 85% വരുന്ന 90% അടുത്ത് വരുന്ന ആളുകളാണ് ഇന്ത്യയുടെ ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷമാണോ ഇന്ത്യ ഭരിക്കുന്നത്? അല്ല. ഈ ഭൂരിപക്ഷത്തെ ഭരണീയരാക്കി നിർത്തിക്കൊണ്ട് ഈ ആളുകളെ എങ്ങനെ ഭരിക്കണമെന്ന് 3.5% വരുന്ന ബ്രാഹ്മണൻ അറിയാം. എങ്ങനെയാണ് അവൻ ഭരിക്കുന്നത്? ഇപ്പോഴിതാ കർണാടകയിലെ ജാതി സെൻസസിന്റെ റിപ്പോർട്ട്, അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നു നോക്കുമ്പോൾ അവിടെ ഏതാണ്ട് 90% അടുത്ത് പിന്നോക്ക സമുദായക്കാരാണ്. പക്ഷേ ഈ വിഭാഗങ്ങളാണോ അവിടെ ഭരിക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണ് അവൻ നമ്മെ ഭരിക്കുന്നത്? അവൻ നമ്മെ ഭരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സമൂഹത്തിൽ നമ്മളുടെ മേലാളനായി എങ്ങനെ വരണമെന്ന് അവനറിയാം. നമ്മളെല്ലാവരും ബ്രാഹ്മണിസത്തിനെതിരായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു, ബ്രാഹ്മണിസത്തിനെതിരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ നാം ബ്രാഹ്മണിസത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണത്? ബ്രാഹ്മണിസത്തിനെതിരെ പോരാടുന്ന ഞാനൊരു വീട് വെച്ചാൽ ആ വീട്ടിലേക്ക് പോകുമ്പോൾ, ആ വീട്ടിലേക്ക് കയറുമ്പോ ആ വീടിന്റെ ചാവി എടുത്തു തരാൻ, ആ വീടിന്റെ പാലുകാച്ചൻ അല്ലെങ്കിൽ വീടിന്റെ ഉദ്ഘാടനത്തിന് ആര് വേണം? നല്ലൊരു ബ്രാഹ്മണൻ തന്നെ വേണം. അവൻ വന്ന് പൂണൂര് വിട്ടിട്ട് അവൻ 2 മന്ത്രം ചൊല്ലി, നമുക്ക് മനസ്സിലാവണമെന്നില്ല, 2 മന്ത്രമൊക്കെ ചൊല്ലി, ഇപ്പം പണ്ടാരടങ്ങി പോട്ടെ എന്നായിരിക്കും ചിലപ്പം, അതൊക്കെ ചൊല്ലി അവന് ഒരു 5000 രൂപയും കൊടുത്ത് അവനെ പറഞ്ഞയച്ചാലാണ് നമുക്ക് സമാധാനമാവും. അത് വീടിന്റെ കാര്യം. നമ്മളുടെ മകളുടെ മകന്റെ നമ്മുടെ തന്നെ വിവാഹം നടക്കണമെങ്കിൽ അത് താലി എടുത്തു തരാൻ, മാല എടുത്തു തരാൻ ആര് വേണം? ബ്രാഹ്മണൻ വേണം. ഇങ്ങനെ താലി എടുക്കാനും മാലയെടുക്കാനും വീട് ഉദ്ഘാടനം ചെയ്യാനും എന്റെ അടിയന്തരം നടത്താനും ബ്രാഹ്മണൻ വേണം എന്ന നിർബന്ധ ബുദ്ധി നമുക്കുള്ളത് കൊണ്ടാണ്, നാം അത് സമ്മതിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് സാമൂഹികമായി നാം ബ്രാഹ്മണിസത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നത്. സാമൂഹികമായി ബ്രാഹ്മണിസത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയമായി അവന് നമ്മളെ ഭരിക്കാൻ കാരണം. മനസ്സിലാക്കിയത് കൊണ്ടാണ് ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നത്, ഈ രാജ്യത്തെ നിങ്ങൾ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ ആരാധിക്കുന്നിടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ധാരാ പറഞ്ഞത് ബാബാ സാഹേബ് അംബേദ്കർ. നാളെ രമേശ് വേണ്ട പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്ക് നേരെ യുദ്ധത്തിന് വരുന്നുണ്ട്.
ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഇവൻ ആരാധിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ബ്രാഹ്മണന്റെ അടിമയായി തന്നെ തുടരും. ഇനി അംബേദ്കർ സിദ്ധാന്തം ഞാൻ ഒരുപാട് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. കാരണം നമ്മളെല്ലാവരും ബ്രാഹ്മണിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നവരായതുകൊണ്ട് ബ്രാഹ്മണർക്കെതിരെ വല്ലാതെ പ്രസംഗിക്കുന്നത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടോളം എന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ബ്രാഹ്മണിസം അത്രമേൽ ഇന്ത്യയുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്നു. ഇന്നിപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊല്ലത്ത് ഒരാള് സമാധിയാണ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് വേറെ നീതിന്യായ സംവിധാനത്തിനും പോലീസിനും കടന്നു ചെല്ലാൻ കഴിയാത്ത, ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. നിങ്ങൾ നോക്കണം, സമാധിയായി എന്ന് പറഞ്ഞാൽ നോക്കൂ. ഇന്നത്തെയൊക്കെ പത്രങ്ങളിൽ മറ്റൊരു വാർത്തയുണ്ട്. നല്ല ദോഷം മാറാൻ വേണ്ടി ഒരു കുഞ്ഞിനെ ബലി കൊടുത്ത സംഭവം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം വിശ്വാസത്തിന്റെ പേരില്ല. ഇതെല്ലാം ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യത്താണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നാം പറയുന്നത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഭരണഘടന മുന്നോട്ട് വെക്കുന്നില്ല എങ്കിൽ, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ചില ആളുകളുടെ മാത്രം കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ്. ഈ ഭരണഘടന മാത്രമാണ് അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. നോക്കൂ, ഇന്ത്യയിലെ സംഘപരിവാർ പറയുന്നത്, ചിലപ്പോ പറയും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയും. എല്ലാവരും ഹിന്ദുക്കളാണ്, മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നില്ല, അവരെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പറയും അത് രാഷ്ട്രീയ ഹിന്ദുവാണ്, ഇത് മതപരമായ ഹിന്ദുവാണ്. ഇങ്ങനെ ഹിന്ദു പല ഐറ്റം, പല ചരക്കുണ്ട് ഹിന്ദു എന്ന് പറയും. നിങ്ങൾ നോക്കൂ, പട്ടികജാതിക്കാരെല്ലാം ഹിന്ദു ആണെന്നാണ് പറയുന്നത്, എല്ലാവരും ഹിന്ദു. പക്ഷേ പട്ടികജാതിക്കാരന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഇപ്പോഴത്തെ വഖഫ് നിയമ ഭേദഗതി വന്നു. അതിനകത്ത് രണ്ട് അഹിന്ദുക്കളും വേണം. ഹിന്ദുക്കളല്ല, രണ്ട് അമുസ്ലിങ്ങളും വേണം. അതിനകത്ത് രണ്ട് അമുസ്ലിങ്ങളും വേണം എന്നാണ് പറയുന്നത്. ആ മതപരമായ അതുമായി ബന്ധപ്പെട്ട അതിനകത്ത് രണ്ട് അമുസ്ലിങ്ങളും വേണമെന്ന് പറയുന്നവർ ഇവിടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അല്ലേ ഈഴവനും പട്ടികജാതിക്കാരനും ഒക്കെ ഹിന്ദുവാണെന്ന് പറയുന്ന അവരുടെ ഭാഷയിൽ ഹിന്ദുക്കളാണല്ലോ. എന്നാൽ ഈഴവരായ ഹിന്ദുക്കളെ വേണ്ടെന്നവർ ഈഴവനും പറയനും പോലെ ഹിന്ദു ആണെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം, അത് വേറെ കാര്യം. എന്നാലും അവരുടെ ഭാഷയിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വേണ്ടെന്ന് പറയുന്നത് മനസ്സിലായോ? മറ്റിടത്തോ അപ്പുറത്ത് രണ്ട് അമുസ്ലിങ്ങൾ വേണമെന്ന് അത് പറയുന്ന ആളുകൾ, അത് പറയുന്ന ഹിന്ദുത്വ ശക്തികൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവനെ വേണ്ട എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം ആ സാധു രാജിവെച്ച് പോയി, ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നോക്കണം, എല്ലാവരും ഹിന്ദു ആണെന്നാണ് പറയുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ പൂജാരി നിയമനത്തിൽ ദേവസ്വം ബോർഡിന്റെതാണ് നിയമനം എന്ന് നിങ്ങൾ ഓർക്കണം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡിന്റെതാണ്, സർക്കാരിന്റെതാണ് ക്ഷേത്രം എന്ന് ഓർക്കണം. ഇല്ലേ? ശബരിമല ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെതാണ്, കീഴിലുള്ളതാണ്, സർക്കാരിന്റെ കീഴിലുള്ളതാണ്. അവിടെ പൂജാരിയാകുവാൻ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എന്ന് നിങ്ങൾ ഓർക്കണം. ജാതി മത വ്യത്യാസങ്ങളുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് എന്ന് നിങ്ങൾ ഓർക്കണം. അവിടെ പൂജാരി നിയമനത്തിനുള്ള യോഗ്യത ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചത്, അത് പുറത്തുവിട്ടത് മലയാളി ബ്രാഹ്മണൻ തന്നെ ആയിരിക്കണമെന്ന്. നോക്കണം, തമിഴ് ബ്രാഹ്മണൻ പോലും പോരാ. ആ നിലയിൽ സ്വകാര്യ മേഖലയിൽ സംവരണം വേണം. ആരാണ് പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ സംവരണം വേണമെന്ന് പറഞ്ഞത്? ഇപ്പോ മധുരയിൽ തമിഴ്നാട്ടിൽ നടന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ആണ് പ്രമേയം പാസാക്കിയത്. അതിനോടൊപ്പം അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. എന്താ? ജാതി സെൻസസ് നടപ്പിലാക്കണം. നോക്കൂ, ഇത് കേട്ട് തുള്ളിച്ചാടുന്ന PKS-കാരുണ്ട്. നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പാർട്ടി കോൺഗ്രസ് നടത്തി പ്രമേയം പാസാക്കുന്നു സ്വകാര്യ മേഖലയിൽ സംവരണം വേണം?
അപ്പൊ അവര് പറയാ ഇത് കേന്ദ്രത്തിന്റെ കയ്യിലാണ് എന്നാണ്. എന്നാൽ സ്വകാര്യ മേഖലയിൽ സംവരണം വേണമെന്ന് പ്രമേയം പാസാക്കുന്ന CPM-ന്റെ അഖിലേന്ത്യാ നേതാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, ബഹുജൻ സമാജ് പാർട്ടി ചോദിക്കുന്നു, 2007 മുതൽ ഇങ്ങോട്ട് 4 തവണ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അയൽ ലേഡി ബഹൻകുമാരി മായാവതിജിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ബഹൻകുമാരി മായാവതിജിയാണ് ഒരു കേന്ദ്രത്തിന്റെയും പിന്തുണയില്ലാതെ, സഹായമില്ലാതെ, സപ്പോർട്ടില്ലാതെ, ഒരു കേന്ദ്രത്തിന്റെയും കെയർ ഓഫിലല്ലാതെ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ സ്വകാര്യ മേഖലയിൽ സംവരണം നടത്തിയ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി അയൽ ലേഡി ബഹൻകുമാരി മായാവതിജിയാണ് എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ട്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന രണ്ടാമത്തെ തവണയും ഭരണം കിട്ടിയല്ലോ, തുടർ ഭരണം കിട്ടിയല്ലോ. ആ തുടർ ഭരണത്തിൽ അഭിനമിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നു, ഉത്തർപ്രദേശിൽ ബഹൻകുമാരി മായാവതിജി നടത്തിയതുപോലെ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കുവാനുള്ള ആംബിയർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ എന്ന ചോദ്യം ബഹുജൻ സമാജ് പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമോ നടപ്പിലാക്കാൻ? നിങ്ങൾ PKS-കാരെ പുളകം കൊള്ളിക്കാൻ പ്രമേയം പാസാക്കുക എന്നല്ലാതെ ഇത് നടപ്പിലാക്കാനുള്ള ആർജവമുണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരം പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. മനസ്സിലാക്കണം. ഇപ്പൊ പറയുന്നു ജാതി സെൻസസ് നടപ്പിലാക്കണം. ആരോടാ? പാകിസ്ഥാൻ പ്രസിഡന്റിനോടാ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന നിങ്ങൾക്ക് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുവാൻ കഴിയും. പ്രമേയം പാസാക്കുന്ന നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് കേരളത്തിൽ LDF ഗവൺമെന്റിന് ജാതി സെൻസസ് നടപ്പിലാക്കുവാനുള്ള ആംബിയറുണ്ടോ എന്ന ചോദ്യം പിണറായി വിജയനോടാണ്. MA ബേബിയോടല്ല. MA ബേബിയാ.